നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. My God! Thank you. Thank you. കിട്ടി. കിട്ടി. എന്റെ ലോക്കറ്റ് കിട്ടി. കിട്ടി. ലോക്കറ്റ് കിട്ടി. കണ്ടില്ലേ? കണ്ടില്ലേ? ഇനി ആരും കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. രാജേട്ടന്റെ ലോക്കറ്റും കിട്ടി. ദേ ഇപ്പൊ ഇവളുടെ ലോക്കറ്റും കിട്ടി. ഇനി ബാക്കിയുള്ളതേ നമ്മളുടെ മോന്റെയോ. ഈശ്വരാ, അവന്റെ ഭാവി ഇനി എന്താവും? ഇനി എങ്ങാനും അവനാണോ അത്? ഒന്നും മിണ്ടാതിരിക്കടി. ഏട്ടൻ ഓൾറെഡി പറഞ്ഞല്ലേ മാധവനാണോ വിക്കിക്കാണോ ലോക്കറ്റ് കൊടുത്തതെന്ന് ഓർമ്മയില്ലെന്ന്. അപ്പൊ ലോക്കറ്റ് മാധവന്റെ കയ്യിലാ ഉള്ളതെന്ന് ഷുവർട്ടി ഇല്ലല്ലോ. അപ്പൊ പിന്നെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ടെൻഷൻ ആക്കണ്ട. അപ്പോ 2 ലോക്കറ്റ് കിട്ടി. ഇനി ഒരെണ്ണം കൂടി കിട്ടണം. അത് മാധവന്റെ കയ്യിലാണോ വിക്കിയുടെ കയ്യിലാണോ എന്നുള്ളത് അതാണൊരു കീറാമുട്ടി. രണ്ടാളും ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചു നോക്കിയേ. കുറച്ചു നാളെയിൽ ഇത് തന്നിട്ട് എല്ലായിടവും ഒന്ന് നമുക്ക് അരിച്ചു പെറുക്കി നോക്കാം. എന്റെ ഓർമ്മയില് വലിച്ചൻ അങ്ങനെ ഒരു ലോക്കറ്റ് എനിക്ക് തന്നിട്ടില്ല. എന്നിട്ട് ഒരു പക്ഷേ എന്റെ ഓർമ്മയിൽ ഇല്ലാത്തതുകൊണ്ടാകുമെന്ന് കരുതി ഞാൻ മുറിയിലാകെ പരതി നോക്കി. എന്നിട്ടും എനിക്ക് കിട്ടിയില്ല. അപ്പൊ പിന്നെ അത് വിക്കിയുടെ കയ്യിലാണോ ഉള്ളത്? അത് ശരിയായിരിക്കും. മാധവന്റെ കയ്യിൽ ലോക്കറ്റ് ഇല്ലെങ്കിൽ പിന്നെ സംശയിക്കണ്ട. ചേട്ടൻ അത് കൊടുത്തത് വിക്കിക്ക് തന്നെയായിരിക്കും. ഞാനും അത് നോക്കി. പക്ഷെ മുറിയിൽ തിരയാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. എങ്ങും അത് കണ്ടില്ല. ഞാൻ ഇത്ര ആലോചിച്ചിട്ടും അച്ഛൻ അത് എന്റെ കയ്യിൽ തന്നിരുന്നോന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർക്കാൻ കഴിയുന്നില്ല. പെട്ടല്ലോ. ലോക്കറ്റ് മിക്കവാറും വിക്കിയുടെ കയ്യിലുണ്ടാവും. എങ്കിലത് എത്രയും വേഗം ഇവിടെ എത്തിക്കണം. ഞാൻ എന്തായാലും എന്റെ മുറിയിൽ ഒന്നുകൂടെ നോക്കട്ടെ. അത് വിക്കിയുടെ മുറി തന്നെ ഉണ്ടാവുന്നേ. എന്തായാലും വിക്കി ഉള്ളപ്പോ ഏട്ടനത് മാധവന് കൊടുക്കാനുള്ള ചാൻസ് ഇല്ലല്ലോ. അതെന്താ ജലജി അങ്ങനെ ഒരു വർത്താനം? വിക്കിയെയും മാധവനെയും ഞാൻ ഇന്നേ വരെ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ചന്ദ്രമോഹൻ എനിക്ക് ആരാണ്? എന്റെ കൂടെ പിറപ്പ്, എന്റെ ചോര. അപ്പൊ പിന്നെ അവന്റെ മകൻ എനിക്കും മകനല്ലേ? ചേട്ടാ, അത് പ്രത്യേകിച്ച് ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല. ഇന്നേവരെ ഏട്ടനോട് അരുതാത്ത എന്തെങ്കിലും ഇവള് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവള് പറയില്ല. അവൾ എന്നേക്കാൾ കൂടുതൽ ബഹുമാനിക്കുന്നത് ഏട്ടനെ. ലോക്കറ്റ് വിക്കിക്ക് കൊടുക്കാനാണ് കൂടുതൽ സാധ്യത എന്നാ അവൾ ഉദ്ദേശിച്ചത്. അതെ അതെ. വിക്കി അല്ലെങ്കിൽ മാധവ്, ഇതിൽ ആർക്ക് കുറി വീഴുമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവര് ആ ദക്ഷയ്ക്കാണെങ്കിൽ പ്രതിയെ നമ്മുടെ കുടുംബത്തിൽ തന്നെ വേണമെന്ന ഒരു വാശി പോലെയാ. ചക്കപ്പഴം കണ്ട പറവയെ പോലെ ഇവിടെ മാത്രം ചുറ്റിത്തിരിഞ്ഞ് നടക്കുക അവര്. ആ ഒരു ലോക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ വിക്കിയെയും മാധവിനെയും ആ പെണ്ണുമ്പിള പൊക്കിക്കൊണ്ടുപോയി ടോർച്ചർ ചെയ്യുമെന്ന എന്റെ പേടി. അയ്യോ, വേണമെങ്കിൽ അവൾ അതും ചെയ്യും. എനിക്ക് പേടിയാവുന്നു. അമ്മ എന്തിനാ ഭയക്കുന്നേ? ചെയ്യാത്ത കുറ്റത്തിന് ആർക്കും ആരെയും ശിക്ഷിക്കാൻ പറ്റില്ല. പിന്നെ
പോലീസായിട്ട് കാക്കിയിട്ട് നടക്കുന്നവരിൽ ഒരുപാട് പേരെ എനിക്കും അറിയാം. അങ്ങനെ കുറ്റം ചെയ്യാതെ കുറ്റം എന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ഞാനും പ്രതികരിക്കും. നിയമപരമായി ഏതൊരു ഇന്ത്യൻ പൗരനും അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ അവസരം നൽകുന്നുണ്ട്. എന്റെ നിരപരാധിത്വം അത് ഞാൻ തെളിയിക്കും. ഞാനിപ്പോ തിരിച്ചു വിളിക്കാമേ. പറയ്. ചാച്ചാ, അതെ, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു ലോക്കറ്റിന്റെ കാര്യം. അത് അവന്റെ കഴുത്തിലുണ്ടോന്ന് ചാച്ചനൊന്ന് നോക്കണം. അത് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ പണി പാളിയെന്ന് വരും. ഓ, നമ്മളെല്ലാവരും ഇത്രയും നാളും റിസ്ക് എടുത്ത് ചെയ്തതെല്ലാം വെറുതെ ആവും. ആ ദക്ഷയാണെങ്കിൽ എല്ലാവർക്കും 24 മണിക്കൂർ സമയം കൊടുത്തിരിക്കുക. അതിനുള്ളിൽ ആ 3 ലോക്കറ്റുകളും അവളെ കാണിക്കണമെന്ന അവളുടെ സുഗ്രീവാജ്ഞ. ഓഹോ, ആരുടെ കയ്യിൽ ലോക്കറ്റ് ഇല്ലയോ അവരാണ് അത്ര കൊലയാളി. അതാ ഞാൻ പറഞ്ഞത് ചാച്ച, അവന്റെ കഴുത്തിൽ ആ ലോക്കറ്റ് ഉണ്ടോന്ന് ചാച്ചനൊന്ന് നോക്കണം. നീ ടെൻഷൻ അടിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ. ഹലോ ചാച്ച, രക്ഷപ്പെട്ടു. ആ വിക്കിയുടെ കയ്യിലെ അതുണ്ട്. താങ്ക് ഗോഡ്, രക്ഷപ്പെട്ടു. എന്നാലും ഇക്കാര്യം നമ്മൾ ഇത്രയും നാളും ശ്രദ്ധിച്ചില്ലല്ലോ ചാച്ച. ഈ നാളിതുവരെ അതിന്റെ ആവശ്യം നമുക്കില്ലായിരുന്നല്ലോ. അവന് മാലയുണ്ടോ, ലോക്കറ്റുണ്ടോ, വേറെന്തെങ്കിലും ഉണ്ടോ, ഇതൊന്നും നോക്കേണ്ട ആവശ്യം നമുക്കില്ലായിരുന്നല്ലോ. അവന്റെ കഴുത്തി കിടക്കുന്ന ലോക്കറ്റിന് ഒരു പെങ്കൊച്ചിന്റെ ജീവന്റെ വിലയും നിന്റെ ജീവിതത്തിന്റെ വിലയും ഉണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ചാച്ചാ, എത്രയും വേഗം അതെന്റെ കയ്യിലെത്തണം. സമയത്തിന് അതെന്റെ കയ്യിലെത്തിയില്ലെങ്കിലേ പിന്നെ എല്ലാം മാറി മറിയും. പോയി കഴിഞ്ഞ വണ്ടിക്ക് കൈ കാണിച്ച പോലെ ആയിരിക്കും പിന്നെ കാര്യങ്ങളുടെ അവസ്ഥ. അവര് ആ ദക്ഷ വരുന്നതിന് മുൻപ് അതെന്റെ കയ്യിലെത്തണം. നീ ടെൻഷനാകണ്ട. ഏതു വിധത്തിലും ലോക്കറ്റ് നിന്റെ കൈകളിൽ സമയബന്ധിതമായി തന്നെ എത്തിയിരിക്കും. ഇത് ചാച്ചന്റെ വാക്കാ. ഓക്കെ, താങ്ക് യു ചാച്ചാ. എനിക്കറിയായിരുന്നു ചാച്ചൻ കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുമെന്ന്. ചാച്ചാ, ദക്ഷ വരുന്നുണ്ട്, ഞാൻ വിളിക്കാവേ. ഓക്കെ എന്നാ വെച്ചോ. ഇരിക്കുന്ന എല്ലാവരും എന്തിനാ ഇങ്ങനെ നിന്ന് ടെൻഷൻ അടിക്കുന്നേ? ഇരുന്നുണ്ടായാലും ടെൻഷൻ അടിക്കേണ്ടവർക്ക് അതാകാലോ. അല്ല, എന്താ ഈ ലോക്കറ്റിന്റെ കാര്യം? എല്ലാവരുടെയും ലോക്കറ്റ് അവരവരുടെ കൈ തന്നെ ഉണ്ടല്ലോ അല്ലേ? എന്റെ ലോക്കറ്റ് എന്റെ കയ്യിലുണ്ട്. ഗുഡ്. എന്റെ ലോക്കറ്റ്. ഓ, അപ്പോ 2 എണ്ണം ഓക്കെ. നെക്സ്റ്റ് 3ാമത്തെ ലോക്കറ്റ് കാണിക്ക. ആരുടെ കയ്യിലാ അതുള്ളത്? കമോൺ. പറയോ, നിങ്ങളുടെ ആരുടെ കയ്യിലാ അതുള്ളത്? മാധവ്,
മാഡം, എൻ്റെ കയ്യിൽ വലിച്ചിന് അങ്ങനെ ഒരു ലോക്കറ്റ് തന്നിട്ടില്ല. അത് ഞാൻ കണ്ടിട്ടുമില്ല. സോ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല മാഡം. വിക്കി, തനിക്കെന്താ ഇക്കാര്യത്തിൽ പറയാനുള്ളത്? അത് ഞാൻ എന്റെ മുറിയിൽ മൊത്തം നോക്കി, പക്ഷെ അത് കാണുന്നില്ല. അങ്ങനൊരു ലോക്കറ്റ് എനിക്ക് കിട്ടിയതായിട്ട് ഞാൻ ഓർക്കുന്ന പോലുമില്ല. കഷ്ടം. നിങ്ങൾ ഏതാണ്ട് ആനക്കാര്യം പോലെ ഇവർക്കൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് അതിപ്പോ അവരുടെ ഓർമ്മയിൽ പോലും ഇല്ലെന്ന് അവര് പറയുന്നത് മഹാ കഷ്ടമാണല്ലോ മിസ്റ്റർ രാജ്മോഹൻ.